അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് സുഖം ഉണ്ടായില്ല, അതാണ് വീഡിയോ ഇത്ര വരാൻ വൈകിപ്പോയത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വ്ളോഗൊക്കെ എടുത്തത്. ഇത് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ട് എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് റിയൽ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അന്നാണ് വയ്യാണ്ടായത്. ഛർദിലും ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇത് ചെയ്യുന്ന ദിവസമാണെങ്കിലും ഒട്ടും വയ്യായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടി പൊട്ടിക്കാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ, അത്ര ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇന്ന് പാഴ്സൽ വരും, അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കാം, അങ്ങനെയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ വലിയ പ്ലാനൊക്കെ ചെയ്ത് രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വയ്യാണ്ടായത്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബുക്കൊക്കെ മേടിച്ചത്. ഇനി അൺബോക്സ് ചെയ്യാൻ പോണത് ഒരു ഫ്ലവർ വേസ് ആണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ തൂലിപ്പ് ഫ്ലവർ, അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിന് കണ്ട ഒരു ഫ്ലവർ വേസും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 150 സംതിങ് റേഞ്ചേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തോന്നി. അടിയിൽ ചെറിയൊരു ഫിനിഷിങ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നോക്കുമ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ താരം. ഈ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ലാമ്പ് ഞാനൊരു 6-7 മാസം മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ആമസോണിലാണോ ഫ്ലിപ്കാർട്ടിലാണോ എന്നറിയില്ല. അന്ന് ഞാൻ ഈ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ലാമ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 1000-2000 റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ മോഡലല്ല, അടിയിൽ വുഡൻ സ്റ്റിക്ക് വരുന്ന ഒരു മോഡലായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ ആമസോണിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടിയപ്പോൾ ഞാനതങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഡെസ്കിൽ വയ്ക്കാൻ മേടിച്ചത്. നമ്മുടെ മിക്ക വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയും കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അന്ന് തിങ്കളാഴ്ച ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ ഞാൻ ഈ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഫ്രഷ്നെസ്സും കുറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴുകി കഴിയുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടുമെന്ന് നോക്കാം. തൊട്ടടുത്ത ദിവസം വീഡിയോ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ ചെന്ന് ഏറ്റവും പഴുത്തത് നോക്കി എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ അന്ന് ഞാൻ അത്രയും പഴുത്ത് എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് കറക്റ്റ് ആയേനെ. കുഴപ്പമില്ല, ഇപ്പോൾ കഴുകി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ട്രോബെറി അങ്ങനെ എപ്പോഴും ഒന്നും മേടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാക്സിമം നല്ല ഭംഗിയിൽ തന്നെ എടുക്കാൻ നോക്കണത്. മാക്സിമം ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്നെക്കൊണ്ട് പറ്റണ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി അതൊന്ന് കഴുകിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. പിന്നെ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ എനിക്ക് സ്ട്രോബെറി വെറുതെ വെട്ടി തരുന്നത് ഇഷ്ടമല്ല. നല്ല പഴുത്തതാണ്, പക്ഷെ നല്ല പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അത് നമുക്ക് ഷെയ്ക്കാക്കാം. അപ്പോൾ ഷെയ്ക്കാക്കുമ്പോൾ ഒരു കൊറിയൻ ടച്ചിലാണ് ഞാൻ ഷെയ്ക്കാക്കാൻ പോണത്. മൊത്തം കൊറിയനാണെന്ന് വെച്ചാൽ മൊത്തം കൊറിയൻ ടൈപ്പിലല്ല. ഞാനിങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയപ്പം അതിലിങ്ങനെ ഒരു കൊറിയൻ ടൈപ്പ് സ്ട്രോബെറി ഷേക്ക് എന്നൊക്കെ കണ്ടു. അവരതിൽ ഐസ്ക്രീം ഇടുന്നുണ്ട്, നമ്മുടെ ഇതിൽ ഐസ്ക്രീം ഇടുന്നില്ല. കാരണം ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് നിൽക്കില്ല, പിന്നെ എൻ്റെ അസുഖം കൂടും. സ്ട്രോബെറീസ് ചെറുതായിട്ട് മുറിച്ച് വന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, അതിങ്ങനെ സ്ട്രോബെറിയുടെ ഷേപ്പിൽ ചുമ്മാ വെച്ച് നോക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല രസം തോന്നി. ഈ മുറിച്ച് വെച്ച സ്ട്രോബെറി ഇനി ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാനുണ്ട്. ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പിന്നെ എനിക്കിതിൻ്റെ കുട്ടൻസ് പിടികിട്ടി ഇതെങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട അവസാനം ഒരു പേസ്റ്റ് പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ പേസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ലപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കുറച്ച് നാരങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ രസം തോന്നും. പക്ഷേ ഇപ്പം ഞാൻ തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസൊക്കെ ഇട്ട് അതിലേക്ക് പാലൊഴിക്കണം. അത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. പിന്നെ മുറിച്ച് വെച്ച കുറച്ച് സ്ട്രോബെറീസും അതിലിട്ട് കൊടുക്കുക, ജസ്റ്റ് ഇളക്കുക, കുടിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കണ്ട റെസിപ്പിയിൽ അവർ കുറച്ചും കൂടെ ഐസ്ക്രീമും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ തൽക്കാലം അങ്ങനെയൊന്നും ചെയ്യണില്ല, ഇത്രയും കൊണ്ട് നിർത്തുകയാണ്.
പിന്നെ ഒരു ഭംഗിക്ക് ഈ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ ഒരു സ്ട്രോബെറി സൈഡിലൊക്കെ മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം സ്ട്രോബെറി നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ, കിട്ടിയാലും എപ്പോഴും മേടിക്കുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇളക്കണ രീതിയാണെങ്കിലും എനിക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. എൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ക്ഷീണത്തിലാണ്. പിന്നെ ഞാൻ ഇത് മൊത്തം കുടിച്ചില്ല കേട്ടോ, ബാക്കി വീട്ടിലെല്ലാവർക്കും കൂടി കൊടുത്തു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മേടിച്ച ആ ലാമ്പിൻ്റെ ഹോൾഡറിന് ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. പിന്നെ വലിയ കാര്യത്തിൽ ഞാൻ പോയി LED ലൈറ്റൊക്കെ മേടിച്ചപ്പോഴാണ് മനസ്സിലാവണത് അതിൻ്റെ ഹോൾഡർ ആ ടൈപ്പല്ല, വേറൊരു ടൈപ്പാണ്. പിന്നെ ഞാൻ ഓൺലൈനിൽ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം വന്നു കഴിയുമ്പോൾ നമുക്കത് കാണിക്കാം. അപ്പോൾ ഈ പ്ലീറ്റഡ് ആയിട്ടുള്ള ഈ സാധനം ഇങ്ങനെ താഴേക്ക് ചെയ്യണത് ഇപ്പോൾ 2 തവണ ഞാൻ കാണിച്ചു. അതിൻ്റെ കാരണം ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്ത് വേറെ വരുത്തിയത് കൊണ്ടാണ്. ഇനി നമുക്ക് ചെറിയൊരു റൂം മേക്ക് ഓവർ അല്ല, ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവറാണ് ചെയ്യണത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ 2 സാധനങ്ങളവിടെ കൂടുതലിരിക്കുന്നുണ്ട്. ഒന്ന് ആ ഒരു ഫ്ലവറാണ്, റോസിൻ്റെ ഒരു ഫ്ലവറും പിന്നെ ഒരു മൂണാണ്. പക്ഷെ പേടിക്കണ്ട, അതെൻ്റെ അല്ല, എൻ്റെ അനിയത്തിയുടെയാണ്. പക്ഷേ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ കൊണ്ടുവരാട്ടോ. മേടിച്ചുകൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ആ വാം കളർ മാത്രമേ ഇതിനുള്ളൂ എന്നാണ്. പക്ഷേ വാം കളർ മാത്രമല്ല, കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഇരുട്ടത്ത് വെക്കണം. ആ ഇരുട്ടത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു ഭംഗി അറിയണത്. ആൻഡ് ഒരുപാട് കളേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് പല തീമിലും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് അവളുടെ പെർമിഷൻ ചോദിച്ച് ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ലാമ്പിൻ്റെ കളർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇതിലിഷ്ടപ്പെട്ടത്. ഇനി ഇത് അടുത്ത ദിവസമാണ്. ഇന്നത്തെ ദിവസമാണ് അത്യാവശ്യം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ലാമ്പിലിടാനുള്ള ലൈറ്റ് വരും, അപ്പോൾ അത് കാണിക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പവും ചിക്കൻ 65 ആണ്. അപ്പോൾ അത് കാണിക്കാമെന്ന് കരുതി. ഇപ്പം മുറിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ. ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളും കൂടെ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അതും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അവളുടെ ഫ്ലവർ വേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോസും ആ ഫ്ലവർ വേസ് നല്ല രസം തോന്നി. എനിക്ക് എൻ്റെതിനേക്കാളും ഇഷ്ടപ്പെട്ടത് അവളുടെ ഫ്ലവർ വേസാണ്. ഒരു ടേബിളിൽ ഇപ്പോൾ 3 ലാമ്പ് ഉണ്ട് ടോട്ടലായിട്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ആമസോണിൽ നിന്ന് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നോക്കിയാൽ അറിയാം പാകാവോ ഇല്ലയോ എന്ന്. എൻ്റെ ലാമ്പിൻ്റെ കളർ ഒരു ബേജ് കളറാണ്. സോ ഞാൻ ലാമ്പിൻ്റെ ലൈറ്റ് ഏകദേശം ഒരു വാം കളറാണ് എടുത്തത്. വൈറ്റ് കളർ എടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ഭംഗി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു വാം കളർ എടുത്തത്. വിചാരിച്ചില്ല ഇത്രയും ഒരു ബ്രൈറ്റ്നെസ് ഈ ഒരു ലാമ്പിൽ ഉണ്ടാവുമെന്ന്. ലാമ്പ് വന്നപ്പോൾ കുറച്ച് എസ്തെറ്റിക് ഒക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ എസ്തെറ്റിക് ആക്കാൻ വേണ്ടി നമുക്ക് ആ ആർട്ടിഫിഷ്യൽ ലീഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വെക്കണം എന്നിങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ നമുക്ക് മേളിൽ നിന്ന് താഴത്തേക്ക് ചുമ്മാ ഇട്ട് കൊടുക്കാം. എപ്പോഴും ഇങ്ങനെ മാല പോലെയൊക്കെയാണല്ലോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഇങ്ങനെ ഇട്ടു. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം. വേറൊന്നുമല്ല, ബാക്ക് ടു സ്റ്റഡി. ഇത്രയും നാളും കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മാസമായി. പഠിത്തവും കാര്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് നടക്കുകയാണ്. ഇനി എന്തായാലും അത് പറ്റില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോയേ പറ്റൂ. PGക്ക് എന്തായാലും പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെന്തായാലും വേഗം ഒരു ജോലി വേണം. അപ്പോൾ PSCയോ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ അതുപോലത്തെ എഴുതാമെന്ന് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ SSCക്ക് പോകാമെന്ന് കരുതി. PSCക്ക് ഞാൻ പോയതാണ് 2 മാസം കോച്ചിങ്ങിന്. ഇപ്പോഴല്ല, +2 കഴിഞ്ഞപ്പോൾ. അപ്പോഴാണ് ഇങ്ങനെ SSCനെ കുറിച്ചൊക്കെ അറിയണതും. എന്നാൽ പിന്നെ SSCക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഡിഗ്രി പഠിച്ച സമയത്താണ് ഈ പറയുന്ന ബുക്കൊക്കെ ഞാൻ മേടിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന ബുക്കും ഒക്കെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഉള്ളപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്കിങ്ങനെ ഇതിലേക്ക് തന്നെ പോകണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, കുറേ ഫോർമുലാസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടി ഇരുന്ന് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള സമയമാണ്. പിന്നെ കോച്ചിങ്ങിന് പോയി ചേർന്നിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ജൂൺ 4 സ്കൂൾ തുറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ ഇനി മിക്കവാറും കൂടുതൽ സ്റ്റഡി വ്ളോഗൊക്കെ ആയിരിക്കും. ഡേ ഇൻ മൈ ലൈഫും സ്റ്റഡി വ്ളോഗും ഒക്കെ മാറി മാറിയൊക്കെ ആയിരിക്കും ഇടുക. ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ പോകാനായിട്ട് ചിലപ്പോൾ സമയം കുറവായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ചെയ്യാം കേട്ടോ എല്ലാം. പിന്നെ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട കാര്യങ്ങളൊക്കെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് പഠിക്കണത്. യൂട്യൂബ് നോക്കിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം പഠിക്കണത്. ക്ലാസ് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് റെഗുലർ ക്ലാസ് നോട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സാണ് നോക്കണത്. സൈലത്തിൻ്റെ ഓഫ്ലൈൻ ബാച്ച് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ കൊച്ചിയിൽ അവർക്ക് ഓഫ്ലൈൻ ബാച്ച് ഇല്ല. അപ്പം ഞാൻ വേറൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി ചേർന്നിട്ടുണ്ട്. ആ കോച്ചിങ് സെൻറ്ററും അത്യാവശ്യം നല്ല പേരുള്ള സെൻറ്ററാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി ചേർന്നു. പിന്നെ സയൻസ് ആയതുകൊണ്ട് എല്ലാം ഒരു 10-12 ലെവലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച എല്ലാത്തിൻ്റെയും ഉത്തരമൊക്കെ കിട്ടിയായിരുന്നു. എനിക്കറിയാം. ഇപ്പോൾ നിങ്ങൾ നോക്കണത് ആ ബാക്കിലുള്ള ചെരുപ്പല്ലേ, ഞാൻ ക്യാമറ വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോയതാണ്. പിന്നെ ഞാനാണെങ്കിൽ വന്ന് നോക്കിയതുമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യണ സമയത്താണ്. തൽക്കാലം ഇപ്പോൾ ആ ചെരുപ്പ് നോക്കണ്ട, എൻ്റെ സ്റ്റഡി വ്ളോഗിലേക്ക് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഏകദേശം ഒരു 1 മണിക്കൂർ ക്ലാസ് ആയിരുന്നു. ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും പഠിക്കാൻ നിന്നില്ല. പിന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്തിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അടിപൊളി സ്റ്റഡി വ്ളോഗൊക്കെ ഞാൻ ഇടാം. എൻ്റെ ചാനലിൽ ഒരുപാട് സ്റ്റഡി വ്ളോഗുകളൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആകെ 1-2 എണ്ണമൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ജേർണലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജേർണലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഫയലിലാണ് വെക്കണത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച തന്നെ ഞാൻ എടുത്ത് വെച്ചതാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, ചുമ്മാ എൻ്റെ മൈൻഡിൽ തോന്നണ പോലെയൊക്കെ അങ്ങ് ചെയ്യുവാണ്. പിൻട്രസ്റ്റിൽ ഞാൻ കുറേ ടൈപ്പ് മോഡൽ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഉണ്ടോയെന്ന്. പക്ഷെ നോക്കിയതിലൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ലെങ്കിലും കുറച്ച് ഐഡിയാസൊക്കെ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റേതായ രീതിയിൽ അങ്ങോട്ട് ചെയ്തു. പിന്നെ ആ കോർണറിൽ ചെറിയൊരു വളവ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നത്. ഇത്തവണ സാധാരണ A4 സൈസ് പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തത്. സാധാരണ ഞാൻ എപ്പോഴും GSM കൂടിയ പേപ്പറിലാണ് ചെയ്യാറ്. ഇത്തവണ ചിലവ് ചുരുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ എടുത്ത് വെച്ച് കുറേ പ്രിൻ്റൊക്കെ ഇരിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരു A4 സൈസ് പേപ്പറിൽ എടുത്തത്. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായി പോയോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ലെറ്റേഴ്സൊക്കെ കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് അടുത്ത തവണ കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ റൂം മേക്ക് ഓവറിൽ പ്രിൻ്റ് എടുത്തതാണ്, ആ ബുള്ളറ്റിൻ ബോർഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജേർണലിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ പടം ഒട്ടിച്ച കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നുമെന്ന് കരുതി അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണേനേക്കാളും കുറച്ചും കൂടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് പിൻട്രസ്റ്റിൽ ഇതുപോലെ ഒരു ലെറ്റർ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാനൊരു ലെറ്റർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലെറ്റർ എന്ന് പറഞ്ഞാൽ ബോക്സ് ആയിട്ടല്ല ഉണ്ടാക്കണേ, നമുക്ക് തുറക്കാൻ പറ്റണ രീതിയിൽ. എന്ന് പറയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പിൽ ഞാനിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ലെറ്ററിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനുള്ള ഒരു പേപ്പർ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ജേർണൽ കിറ്റിൻ്റെ കൂടെ കിട്ടിയ ഒരു കട്ടിയുള്ളൊരു പേപ്പറാണ്. അപ്പോൾ അതിങ്ങനെ ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ബേൺ ചെയ്തിട്ടുമുണ്ട്. ഞാൻ ബേൺ ചെയ്യണ വീഡിയോ വേറെ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആ ഒരു കോർണറിൽ ബേൺ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടി. അപ്പോൾ അതങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെ ഒട്ടിക്കുമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ താഴെ കോർണറിൽ ഒട്ടിച്ചു കൊടുത്തു.
പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ പടം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്ലിറ്റർ പേപ്പറിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ഷാഡോ പോലെ വെട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്, കുറച്ച് ഔട്ടർ ലെയർ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ. ലൈഫ് ലേറ്റ്ലി എന്നും പറഞ്ഞിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ലെറ്റേഴ്സും. ഇവിടെ വരെ ഓക്കെ ആണ്, പക്ഷേ ഇനി എങ്ങനെയാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ കരുതി ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ സ്റ്റിക്കേഴ്സായിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ പടം വരച്ചിട്ട് നമുക്ക് അതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രോബെറി ഷേക്കൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു സ്ട്രോബെറി അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റീസെറ്റ് വ്ളോഗായിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ടും അതിലെഴുതി കൊടുത്തു. പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്തതുകൊണ്ട് കുറച്ച് പെട്ടികളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വ്ളോഗിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ വരച്ച് വയ്ക്കുകയാണ്. സ്റ്റഡി വ്ളോഗ് ഉള്ളതുകൊണ്ട് സ്റ്റഡി വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ ബുക്കിൻ്റെ ഫോട്ടോസും വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ബാഡ്മിൻ്റൺ ഇപ്പോൾ 1-2 ദിവസമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാഡ്മിൻ്റൻ്റെ ഫോട്ടോ ഞാൻ വരച്ചു. പക്ഷെ അവസാനം എനിക്ക് നോക്കിയപ്പോൾ അത്ര ഒരു രസം തോന്നിയില്ലാത്തതുകൊണ്ട് ഞാനത് അവസാനം കളയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കുറേ കോട്ട്സൊക്കെ എഴുതി. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ജേണൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ചെയ്യണമെന്നാണ്. പിന്നെ കുറച്ചൊരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കുറച്ച് കളറൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്താവുമെന്ന് അവസാനം അറിയാം. ജേണൽ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ വാവൂന്ന് തോന്നുന്ന രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മളിങ്ങനെയൊക്കെയാണല്ലോ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നത്. ഇതിപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും ജേണൽ ചെയ്യുന്ന ഒരാളൊന്നുമല്ലോ, അപ്പോൾ നമുക്ക് ചെയ്ത് കുറച്ചുകൂടെ അടിപൊളിയൊക്കെ ആക്കാം. പിന്നെ ഒരു ലെറ്റർ ഞാൻ അതിൽ എഴുതുന്നുണ്ട്. എ ലെറ്റർ ടു മൈസെൽഫ് എന്ന് വെച്ചാൽ എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ചായിട്ട് അസുഖങ്ങളും വയ്യായ്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു പുതിയ തുടക്കം തുടങ്ങി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു റീസെറ്റ് വ്ളോഗും കൂടി ആയതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജേണലിങ് കഴിഞ്ഞു. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റൊക്കെ ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ജേണലിങ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാറുണ്ടെന്ന്. ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 1.5 മണിക്കൂറൊക്കെ ബാഡ്മിൻ്റൺ കളിക്കും. ചെറുപ്പം മുതൽ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ കളിക്കാറില്ല. ഇതുവരെ കളിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈവനിങ് ടൈം ഇങ്ങനെ അത്യാവശ്യം പ്രൊഡക്റ്റീവൊക്കെ ആയിട്ട് ചെയ്യണതുകൊണ്ട് പ്രത്യേകിച്ച് എക്സസൈസിൻ്റെ ഒന്നും ആവശ്യം വരാറേ ഇല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. ഒരു റീസെറ്റ് വ്ളോഗ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.